ഒരു ഡിസ്റ്റർബൻസ് തോന്നും. ഇവരെന്ത് ഇങ്ങനെ സംസാരിക്കുക, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്നത് മനഃപൂർവ്വമാണ്, വെറുതെ ഒന്നുമല്ല, മനഃപൂർവ്വം അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. സോ 3 പ്രധാനപ്പെട്ട കാറ്റഗറിയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, മൂന്നാമത്തതാണ് ഏറ്റവും ഡേഞ്ചർ. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ ജപ്പാൻ കരാട്ടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ എന്താ വൈറ്റ് ബ്ലൂ അങ്ങനെയാണ് ബെൽറ്റ് വെച്ചിട്ട് പോകുന്നത്. അപ്പം ഞങ്ങളെ ആദ്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ മാസ്റ്റേഴ്സാണ്, അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വെള്ളി ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം വെള്ളിയാഴ്ച ഒരു മാസ്റ്റർ, ശനിയാഴ്ച ഒരു മാസ്റ്റർ, അങ്ങനെ മാസ്റ്റർ വ്യത്യാസം വരും. അപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗേളാണ്. പക്ഷെ ഇവള് പഠിപ്പിക്കുന്നത് നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് പോകും. അപ്പം വൈറ്റ് ബെൽറ്റ് ആണ്, ഒരു കാര്യം അറിയത്തില്ല, ഒന്നും ചെയ്യേണ്ട എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ബട്ട് അതുമല്ല പ്രശ്നം. മാസ്റ്റർ പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് രീതി പഠിപ്പിക്കും. ഇവള് ബ്ലാക്ക് ഫസ്റ്റ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇവള് പഠിപ്പിക്കുമ്പോൾ എനിക്കും അവനും സെയിം എക്സ്പീരിയൻസും സെയിം എനർജിയാണ് കിട്ടുന്നത്. നെഗറ്റീവ് എനർജി. ഇവളുടെ ചില ജസ്റ്റേഴ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു മൂഡും എനർജിയും നമ്മുടെ നഷ്ടപ്പെടും. അങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാർ നമ്മുടെ പോസിറ്റിവിറ്റി ഡിസ്ട്രോയ് ചെയ്യാനും നശിപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇവർ അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും, അത് ചെയ്യുന്നത് ശരിയല്ല, ഒരു വല്ലാത്തൊരു വീയഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഈ പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ, ഈവൻ നിങ്ങൾ അതൊന്നും ആലോചിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റി ഫീൽ ആവും. അതിൻ്റെ കറക്റ്റ് ഡിഫറൻസ് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് അറിയാം. മറ്റേ മാസ്റ്റർ വന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ എൻഗേജ്ഡ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കും. സോ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നോക്കുന്നത്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഏതൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഏതൊരു പില്ലറാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തിങ്ങിനെ ഫോക്കസ് ചെയ്തിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവ് ആൾക്കാർ കുറേ ഉണ്ട്. അവർ നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ നശിപ്പിക്കും. ബ്രോ, നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടോ, എന്താണ് നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഞാൻ ഇങ്ങനെ ടൈറ്റിൽ വെക്കാൻ കാരണം, അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ, അങ്ങനെ ഒരു ടൈറ്റിൽ വെക്കാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, പല ടൈപ്പ് നെഗറ്റീവ് ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരല്ല. നോ. പല ടൈപ്പ് നെഗറ്റീവ് ആൾക്കാരുണ്ട്. മെയിൻലി 3 പേരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ഇൻഫോർമേഷനാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് പല ഇൻസിഡൻറ്റും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് പീപ്പിളുടെ. എനിക്ക് നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നെഗറ്റിവിറ്റി തോന്നുന്നു. ഓക്കെ, 3 പ്രധാനപ്പെട്ട ആൾക്കാരാണുള്ളത്. 1, അവരുടെ വാക്കുകൾ കൊണ്ട്, വേർഡ്സ് കൊണ്ട് മാത്രം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. 2, അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രണ്ടാമത്തെ ആൾക്കാരാണ്, മൂന്നാമത്തെ ആൾക്കാരെ. ആറ്റിറ്റ്യൂഡ്, ആ പന്നൊരു ആറ്റിറ്റ്യൂഡ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്, ഇറിറ്റേറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ളവർ. മൂന്നാമത്തത്, ദേ റിയലി വാണ്ടഡ് യു ടു ഫെയിൽ. അതാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് ആരും പറയത്തില്ല, ആരും ഫോക്കസ് ചെയ്തില്ല. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഏറ്റവും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ 1ഉം 2 അല്ല, മൂന്നാമത്തെ ആൾക്കാരാണ്. അവരുടെ ഉള്ളിൽ ആരാലും, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, നിങ്ങൾ സൊസൈറ്റി കാണുന്നവരായിരിക്കാം, നിങ്ങളിപ്പം എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന കോവർക്കർ ആയിരിക്കാം. ബട്ട് അവരുടെ ഉള്ളിൽ ദേ വാണ്ട് യു നീഡ് ടു ബി ഫെയിൽ. നിങ്ങൾ ഫെയിലായി കാണണം എന്ന് അവർ റിയലി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതിനകത്ത് ഒരു ലിമിറ്റും ഇല്ല. മറ്റേ നമുക്ക് എന്തെങ്കിലും പറയാം, തമാശ ഉണ്ടായതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറയാം. ബട്ട് ഈ മൂന്നാമത്തെ ആൾക്കാരെ ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും. ഇത് കാണുന്ന ഒരാളാണ്, നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് എന്തുവാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാം. ആ എനർജി, ആ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി, നമ്മുടെ തന്നെ മൂഡിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന എനർജി. എന്തിനാണ് നിങ്ങൾ അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് എ ജെന്യുവൻ ക്വസ്റ്റ്യൻ. എന്തിനാണ് നിങ്ങൾ അവരെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു പോസിറ്റിവിറ്റി ഇല്ല. കാരണം ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയും ഇങ്ങനെയുള്ള സംഭവം കാരണം നമ്മുടെ മൈൻഡ് ഡിസ്ട്രോയ് ആയി കിടക്കുകയാണ്. അത്രമാത്രം ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്നു. അതേസമയം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും, നമ്മളിപ്പം ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പുതിയതായിട്ടൊരു വർക്ക് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങളോട് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറയും. മെയിൻലി ആൾക്കാർ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും കോൺവെർസേഷൻ സംഭവിക്കുക, അവർ നിങ്ങളെ നെഗറ്റീവ് എന്ന രീതിയിൽ ചിത്രീകരിക്കും. അവർ വേർഡ്സ് ഉപയോഗിക്കും. അവരുടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള, നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് തോന്നും. ഇവരെന്ത് ഇങ്ങനെ സംസാരിക്കുക, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്നത് മനഃപൂർവ്വമാണ്, വെറുതെ ഒന്നുമല്ല, മനഃപൂർവ്വം അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. സോ 3 പ്രധാനപ്പെട്ട കാറ്റഗറിയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു,
മൂന്നാമത്തതാണ് ഏറ്റവും ഡേഞ്ചറസ്. കാരണം അവർക്ക് വേറെ ഒന്നുമില്ല, എങ്ങനെങ്കിലും നിങ്ങൾ ഫെയിലായി കാണണം, അതുമാത്രമാണ് അവരുടെ മെയിൻ ഗോൾ. ഇനി ഒരു കോംബോ വരുന്നുണ്ട്. കോംബോ എന്ന് പറഞ്ഞ രസമാണ്. ഞാൻ പറഞ്ഞു വേർഡ് കൊണ്ട് എന്ന് വെച്ചാൽ, വേർഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോവാം, നിങ്ങളിപ്പോൾ 3 പേര് ട്രിപ്പിൾ അടിച്ച് പോകാന്ന് വെച്ചോ, ഫ്രണ്ട്സ് എല്ലാം കൂടെ. അപ്പം ഈ നെഗറ്റീവ് ആയിട്ടുള്ളവൻ പറയും വേണ്ട പോലീസ് പിടിക്കുക, അല്ലെങ്കിൽ വേണ്ട മരിച്ചു. ജസ്റ്റ് സിമ്പിൾ തിങ് ആണ്. അങ്ങനെ ഒരു രീതിയിൽ നെഗറ്റീവ് സംസാരിക്കും. നിങ്ങൾ എന്തു പറഞ്ഞാലും, എന്തൊരു സജഷൻ ചോദിച്ചാലും, ഇവിടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് പറയും, അവന്റെ വായിന്ന് ആദ്യം വരുന്നത് എടാ അവിടെ കൊക്കെ വീണ ആൾക്കാർ മരിച്ചു. ഇങ്ങനെ ഇൻസ്റ്റന്റ്ലി ഒന്നും തിങ്ക് ചെയ്യാതെ അവന്റെ വായിന്ന് വരുന്നത് പ്യുവർ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടായും, ഇത് കോമൺ ആണ്, എല്ലാ കൂട്ടുകാരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരുത്തം കാണും. അത് വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾ എടുക്കേണ്ട രീതിയിൽ എടുക്കണം. വേറെ കാര്യമുണ്ട്, ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റും ബൗണ്ടറിയും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ പോസിറ്റിവിറ്റിയെയും, എസ്പെഷ്യലി ഞാൻ പറയുന്നു, ഇത് ആർക്കും അറിയത്തില്ല, നിങ്ങളുടെ സോളിനെ ഡിസ്ട്രോയ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ച്. ഇപ്പം നിങ്ങൾ ഒരിടത്ത് ഒന്ന് ഇമാജിൻ ചെയ്തു, നിങ്ങളൊരു കടയിൽ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണ് എവിടെയെങ്കിലും പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്. എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, എപ്പോഴും എടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും വെച്ചോ. ഇവരിത് കണ്ടാൽ ഇവർക്കിത് വേണം എന്ന് സബ്കോൺഷ്യസ്ലിയും ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടും ഇവർക്ക് തോന്നും. എന്ന് വെച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഹാപ്പി ആയിട്ട്, നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്, നിങ്ങൾ കുറച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു, സന്തോഷിച്ചിരിക്കുന്നു എന്ന് അവർ കാണും. അവർ കണ്ടിട്ട് അത് അവർക്ക് വേണം, അത് എടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം അവർക്ക് വേണമെന്നുള്ളത് കൊണ്ടല്ല. നോ, അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യില്ലേ, അത് അവർക്ക് വേണം, അന്ന് അവരെടുത്തോട്ടെ, അങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവർക്ക് മെയിൻലി റിയലി വേണ്ടത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ടൈമിൽ റിലാക്സ് ചെയ്യുന്നത്, നിങ്ങൾ ആ ടൈമിൽ എൻജോയ് ചെയ്യുന്നത്, നിങ്ങളത് സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്ന ആൾക്കാരാണ് അവർ. ഞാൻ മാക്സിമം എൻ്റെ ലൈഫിൽ അവരെ ഫുള്ളി കട്ട് ഓഫ് അവോയ്ഡ് ചെയ്യും. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരായാലും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരാൾ പോലും ഞാൻ ക്ലോസ് ആവത്തില്ല. സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ബട്ട് അങ്ങനെ ക്ലോസ് ആവത്തില്ല. റൈറ്റ്, ഞാൻ സെലക്റ്റീവായിട്ടും ഭയങ്കര ജഡ്ജ്മെൻറ്റിലും ആയതുകൊണ്ട് എനിക്കറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൺസെപ്റ്റ്, മെയിൻലി ഈ ബേസ് തിങ് നിങ്ങൾ മനസ്സിലായിരിക്കണം, ആറ്റിറ്റ്യൂഡ് ഉള്ളത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് കോംബോയുടെ കാര്യം. ഈ വേർഡും ഈ ആറ്റിറ്റ്യൂഡും ഉള്ളവന്മാർ വരും, മനസ്സിലായോ? ഇതിൻ്റെ കൂടെ ഈ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവർക്കും ഈ നെഗറ്റീവായിട്ട് ഈ എനർജി ഫീൽഡ് വരുത്തുന്നവർക്കും ഉള്ള മെയിൻ പ്രശ്നം എന്തെന്ന് അറിയാം ബ്രോ? അവന്മാർക്ക് ഫിയർ ആണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇൻസെക്യൂർ ആണ് അവന്മാർ. അതാണ് മെയിൻലി അവന്മാരുടെ പ്രോബ്ലം. പക്ഷെ അവന്മാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇത് തിങ്ക് ചെയ്തിട്ടുണ്ടല്ലേ, ബട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്, അവന്മാർക്ക് ഫിയർ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരനും ഞാനും കൂടെ അവനും എപ്പോഴും കളിയാക്കും. ഇവൻ നമ്മൾ എക്സാം ടൈമിൽ വരുവാന്ന് വെച്ചു, ഇവൻ നമ്മൾ തന്നെ ഒരുമാതിരി എക്സാം വല്ലാതായിട്ടും അതൊക്കെ നോക്കി ഇതൊക്കെ ജയിക്കോ ഇല്ലയോ എന്നുള്ള എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവ ഇങ്ങോട്ട് വന്നിട്ട് അടുത്തിരുന്നത് എക്സാം ആ ദിവസം വന്നിരുന്നിട്ട് ചോദിക്കും, എടാ ഇതെന്തോ ഇതെങ്ങനെ ചോദിക്കുന്നത്, ഓ സാറ് വരൂ, ഇങ്ങനെ കുറേ നമ്മളെ ഇങ്ങനെ ജസ്റ്റ് കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല എന്നിട്ട് ഒരു കാര്യമില്ല. എക്സാമിന് ഇനി 1 മണിക്കൂർ 2 മണിക്കൂർ സമയമുള്ളൂ. ഇവൻ എന്ത് പറഞ്ഞിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ബട്ട് നമ്മളെ ടെൻഷൻ ആക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും, മനസ്സിലായോ? അപ്പൊ ഇവൻ ഞങ്ങൾ റിയൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബെഞ്ചിലിരിക്കും, ഞാനും എൻ്റെ ഫ്രണ്ടും ഇരിക്കും. ഇവൻ എൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നപ്പോ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ നോക്കി, എക്സാം ടൈമാ. അപ്പോ ഞാൻ നേരെ ജസ്റ്റ് എണ്ണിച്ചങ്ങ് മാറി. ഇവനും അവനും കൂടെ ആയി സംസാരം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും കൂടെ സംസാരിച്ചു. അപ്പൊ എന്നോട്, എടാ അഭിഷേക്, അവൻ എന്തൊക്കെയാടാ പറയുന്നത്, ഞാൻ പഠിച്ച കാര്യങ്ങളെ മറന്നു പോവാ, ഇവനൊരു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതൊക്കെ ഉണ്ടോന്ന്. അങ്ങനെ അവനെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് വേണ്ട എനർജി ഏതാണോ, കോൺഫിഡൻസ് ആണോ, എന്താണോ, അതിനെ അവൻ ഡിസ്ട്രോയ്. ചിലപ്പം റിയലി ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലപ്പോൾ അങ്ങനെ ഉള്ളവർ ഈ വേർഡ് കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് അല്ല, വേർഡിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ ഉള്ളവർ, ആ കോംബോ ആയിട്ട് വരുന്നവർ, ചിലപ്പോൾ അവർക്ക് റിയലി ഫിയർ ഉണ്ടായിരിക്കും, അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അവരെ കുറിച്ച് തിങ്ക് ചെയ്യാൻ പോകണ്ട. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, വേറൊരു തലത്തിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കൂ. ചില ആൾക്കാർ യൂണിവേഴ്സിൽ ജനിക്കുന്നത് നെഗറ്റീവ് എനർജി ഉള്ളവരാണ്, ചില ആൾക്കാർ യൂണിവേഴ്സിൽ ജനിക്കുന്നത് പോസിറ്റീവ് എനർജി ഉള്ളവരാണ്. റൈറ്റ്, അത് സത്യമുള്ള കാര്യമല്ല, അത് നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുക എന്നോട്. സോ അങ്ങനെയുള്ളവരാണ്, നിങ്ങൾ അവരെ മാറ്റാനൊന്നും പോകണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൈൻഡിനെ
നിങ്ങളുടെ പോസിറ്റിവിറ്റി നമ്മൾ എസ്പെഷ്യലി സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി വേണ്ട ഏറ്റവും വലിയൊരു പില്ലറാണ് എങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ആരാണ് ഫ്യൂച്ചറിൽ ആവാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അറിയണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, റൈറ്റ്? അത് വളരെ കീ ആയിട്ടുള്ള കാര്യമാണ്. സോ അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എപ്പോഴും നിങ്ങളെ തന്നെ സാഡായിട്ടിരിക്കുന്ന, ഡൗൺ ആയിട്ടിരിക്കുന്ന, ഡിപ്രസ്ഡ് ആക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ വൈ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ, വൈ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ആക്ഷണബിൾ സ്റ്റെപ്പാണ്. അത് പിൻ പോയിന്റ് ആയിട്ട് ഇവിടെ വന്ന് ഞാൻ നിങ്ങളുടെ യൂട്യൂബറിനെ വിട്ട് ചുമ്മാ കുറെ കഥയെ പറഞ്ഞിട്ട് ഞാൻ പോകില്ല. ഞാൻ ജഡ്ജ് ചെയ്യുന്ന, ഞാൻ നോക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ എന്ന് വാ വിളിക്കും ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ട്. കാരണം അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ 6 പോയിന്റ്സ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്കീമും കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയോ, നിങ്ങളൊരു ഇടത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കഫേ വർക്ക് ചെയ്യുമെന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. അപ്പം നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ നെഗറ്റീവ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. നിങ്ങളുടെ നിങ്ങൾക്കൊരു ഏരിയ അവൻ തരുന്നില്ല. അവൻ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അത് കേട്ടോണ്ടിരിക്കണമെന്ന് ആവശ്യമില്ല. നോ, അങ്ങനെ ഒരു ആവശ്യമില്ല. ഞാൻ അങ്ങനെ പറയത്തില്ല സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് നിങ്ങളെല്ലാം അങ്ങനെയില്ല. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞു. ആ ലിമിറ്റ് അവൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവനെ ഫയർ ബാക്ക് ചെയ്യണം, അവനെ കോൾ ഔട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾക്ക് ഇപ്പോൾ പോസിറ്റീവായിട്ട് പോവും, നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ഒരിടത്ത് പോവും, നിങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉള്ളവന്മാർ വരും, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും, നിങ്ങളുടെ മൂഡിനെ സെറ്റാക്കും, നിങ്ങൾക്ക് ഡൗൺ ആവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? നിങ്ങൾ ചെയ്യുന്നൊരു ബിഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താണോ പോസിറ്റീവായിട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ എന്താണോ പോസിറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ആർക്കു വേണ്ടി അറിയത്തില്ല. നിങ്ങളുടെ മൈൻഡ് എന്താ തിങ്ക് ചെയ്യുന്നത്? ഓ ഞാൻ എൻ്റെ മൂഡ് പോയി, നോ, അതൊരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. എനിക്ക് നിങ്ങളെ വേണ്ടത്, എനിക്ക് ഇസഡ് ഗ്രൂപ്പിൽ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന നിങ്ങളെ എനിക്ക് വേണ്ടത് അങ്ങനല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ, ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും നിങ്ങളുടെ സോളിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും, ഇവന്മാരി വന്ന് നമ്മളെ ചൊറിയും, നമ്മളെ നെഗറ്റീവ് ആക്കും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഡിസ്റ്റർബ് ചെയ്യും, നമ്മളോട് നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് പറയും, ആറ്റിറ്റ്യൂഡ് കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം, ബട്ട് ഇനി അത് ചെയ്യരുത്. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നിർത്തരുത്. അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. എന്താന്ന് വെച്ചാൽ സബ്കോൺഷ്യസ്ലി അവന്മാർ ചെയ്യുന്നത് അവന്മാർക്കറിയാം, ഓ ഈ കാര്യം ഇവനെ ഹാപ്പിനെസ് ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം ഇവന് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത്, ഈ കാര്യം ഇവനെ ഇതാക്കുന്നത്, ഇവൻ ഇതിനകത്ത് കയറി മുന്നേറിപ്പോവും. സോ മനസ്സിലായോ? അത് ഇവന്മാർക്ക് സബ്കോൺഷ്യസിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ അതെ ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അവന്മാരല്ലേ പിന്നെയും വിന്നാവുന്നത്. ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതാവും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും. ബട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ബട്ട് ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്. നമ്പർ 1, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇട്ടിട്ട് പോകരുത്. രണ്ടാമത്തെ കാര്യം, ബി അൺഷേക്കബിൾ ആൻഡ് സ്മൈൽ അറ്റ് ദം. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ആ നെഗറ്റീവ് പീപ്പിൾ ആയിട്ടുള്ളവന്മാർക്ക്, നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നവന്മാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനേ അറിയത്തില്ല. അവരുടെ കൺട്രോൾ തന്നെ പോവും. ബി അൺഷേക്കബിൾ ആൻഡ് സ്മൈൽ അറ്റ് ദം. ഞാൻ നേരത്തെ പറഞ്ഞു, അവന്മാർ വന്ന് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും, നിങ്ങളെ ഒരു കാര്യങ്ങൾ പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതെങ്ങനെ അൺഷേക്കബിൾ ആവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് സൂം ഔട്ട് ചെയ്തിട്ട്, എസ്പെഷ്യലി ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക. ഇമോഷനെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ലോജിക്ക് വെച്ചിട്ട് തിങ്ക് ചെയ്യുക. ഇവൻ എന്താണ് ഇപ്പോൾ ചെയ്യാൻ നോക്കുന്നത്? നിങ്ങളിപ്പോൾ ജിമ്മി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വന്നിട്ട് നിങ്ങൾ എടുത്ത ആ ഇതുണ്ടല്ലോ, ചെയ്തുകൊണ്ടിരുന്നാൽ ഇവ എടുത്തോണ്ട് പോകും എപ്പോഴും റിപ്പീറ്റ്ലി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് റിയലി സംഭവിക്കുന്നത്? നിങ്ങളുടെ ആ ഫ്ലോ പോവും, നിങ്ങളുടെ ആ മൂഡ് പോവും, അങ്ങനെയുള്ള സംഭവം പോവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകരുത്. മനസ്സിലാക്കേണ്ടത്, ഇവനെ നോക്കിയിട്ട് ഇവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവന്റെ യൂണിവേഴ്സൽ എനർജി എന്താണ് നെഗറ്റീവ്. സോ അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് എന്ത് വരും? നമുക്ക് മനസ്സിലാവും, ഓ നമുക്ക് സന്തോഷം വരും, ഇവൻ എന്താ ഈ കാണിക്കുന്നത്, ഇവൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുക, പക്ഷെ അത് നടക്കുന്നില്ല. മനസ്സിലായോ? ബി അൺഷേക്കബിൾ ആൻഡ് സ്മൈൽ അറ്റ് ദം. അവർക്കത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് നോക്കുന്നത് ഒരു റിയാക്ഷൻ ആണ്, ഒരു ഇതാണ്, ഓ ഇവൻ ഇത് ഇട്ടിട്ട് പോകണം, അങ്ങനെയാണ് അവന്മാർ നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. ബട്ട് നമ്മളത് ചെയ്യുന്നില്ല.
അവർക്കത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അന്ന് അവരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നാലോചിച്ച് നോക്കൂ, ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. ഇതിന്റെ പവർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും അവന്മാരെ നിങ്ങളുടെ ലൈൻ ക്രോസ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവന്മാരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു ക്രോസ് ലൈൻ വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ക്രോസ് ലൈൻ അവന്മാർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടിക്കാനോ പിടിക്കാനോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫയർ ബാക്ക് ചെയ്യണം. ഒരു ഫയർ ബാക്ക് നിങ്ങൾ ചെയ്താൽ മാത്രമേ ഇവന്മാർ ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് ഉണ്ടാവാതിരിക്കും. റൈറ്റ്? അല്ലാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കണം. ഒരു ദാക്ഷിണ്യം ഉപയോഗിക്കേണ്ട, നല്ല പോണം ഫയർ ബാക്ക് ചെയ്യണം. എങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഫയർ ബാക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ആർ യു വീക്ക് പേഴ്സൺ എന്ന ചോദ്യം നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കണം. ഇങ്ങനെ ഒരുത്തൻ വന്ന് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരുത്തൻ വന്ന് നിങ്ങളെ നശിപ്പിക്കുമ്പോൾ, ഇങ്ങനെ ഒരുത്തൻ വന്ന് അവൻ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം നിർത്താൻ നോക്കുമ്പോൾ അത് നിർത്തി പോവുകയാണോ, അതോ അവന്റെ കൂടെ പോവുകയാണോ, അത് നെഗറ്റീവായിട്ട് സാഡായിട്ട് നിങ്ങൾ ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണോ, ഒരു സ്ട്രോങ് പേഴ്സൺ ആണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ആസ്ക് യുവർ സെൽഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആർ യു വീക്ക് പേഴ്സൺ ഓർ എ സ്ട്രോങ് പേഴ്സൺ? ഈ ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിർത്തിയിട്ട് പോകത്തില്ല. ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ബ്രോ, ഇനി ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. യു നീഡ് ടു പ്രൊട്ടക്ട് യുവർ പോസിറ്റീവ് എനർജി. നമുക്കെല്ലാവർക്കും നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ഈ കോമൺ ആൾക്കാരുടെ കൂട്ട്, ഈ റാറ്റിൻ്റെ കൂട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടുള്ളവരല്ല. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്, നമുക്കൊരു എയിമും നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട്, മോട്ടിവേറ്റഡ് ആയിട്ട്, ഹാർഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ പല പില്ലേഴ്സും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റും. ചെയ്യണമെങ്കിൽ യു നീഡ് ടു ബി പോസിറ്റീവ്. അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് യുവന്മാർ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. യു നീഡ് ടു അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ളവന്മാരുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമില്ലാത്തവന്മാരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തമാശയായിട്ടൊക്കെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവോയ്ഡ് ദം. അവരെ കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല, 100%. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൗ ടു ഡു ഫയർ ബാക്ക്. എങ്ങനെ നിങ്ങൾക്ക് അവന്മാരെ പണിയാം, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് അവന്മാരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ളവന്മാർ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, പറയേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ചുമ്മാ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഇസഡ് ഗ്രൂപ്പിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട്, കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് പോവുക എന്നതാണ്. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡു ദ വർക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഫയർ ബാക്ക് സിസ്റ്റത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അവന്മാർ നെഗറ്റിവിറ്റി ഇങ്ങോട്ട് പുട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തിരിച്ച് അത് പുട്ട് ചെയ്യുക. അതെങ്ങനെ തിരിച്ച് പുട്ട് ചെയ്യാം എന്ന് ഞാൻ പറയാം. ബട്ട് തിരിച്ച് അവന്മാർക്ക് നെഗറ്റിവിറ്റി പുട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവന്മാർ ഇങ്ങോട്ട് നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. തിരിച്ച് അത് ക്രോസ് ചെയ്യുകയാണ്. നിങ്ങളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ആ ലിമിറ്റ് ഇവന്മാർ ക്രോസ് ചെയ്യുക, ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുക, ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ ഫയർ ബാക്ക് ചെയ്യുക. കറക്റ്റ് നെഗറ്റീവ് പോയിന്റ്സ് അവന്മാർക്ക് കിട്ടിയിരിക്കണം. കറക്റ്റ് നെഗറ്റീവ് അവന്മാരെ ആക്കിയിരിക്കണം. അവന്മാർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഐ എം ഗ്യാരണ്ടിങ് യു, അവന്മാർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സ്പെസിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന്, അത് നെഗറ്റീവ് പുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എടുക്കുക, നിങ്ങളൊരു എക്സാമിന് പോയപ്പോൾ ടീച്ചർ വന്ന് അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു, ആ നെഗറ്റീവ് ആയിട്ടുള്ളവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അപ്പം നിങ്ങളോട് അപ്പോൾ അത് എക്സാം കഴിഞ്ഞ് ഇറങ്ങി, സിറ്റുവേഷനാണ് എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ വരാം. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇവനോട് ദേഷ്യമുണ്ട്, ഇവനെ എപ്പോഴും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരും. ഇതെല്ലാം ചെക്ക് മാർക്ക് ടിക്കാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, എന്താ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നറിയാം, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ടോ, എങ്ങനെ സംഭവിച്ചത്? മുഖത്ത് നോക്കി നേരിട്ട് തന്നെ പറയുക. അവൻ്റെ സോളിനെ അത് ബ്രേക്ക് ചെയ്യും. നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ടോ, നിനക്ക് ഇങ്ങനെ എപ്പോഴും സംഭവിക്കുന്നു, ഇന്നും വേറെ ഒന്നും പറയാനില്ല, ജസ്റ്റ് കീപ് ഇറ്റ് സൈലന്റ്. ഇത് മാത്രം പറയുക. അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നോക്കി കണ്ട് ഉപയോഗിക്കുക, ബട്ട് അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല.
ഐ എം ടെല്ലിങ് യു. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഇത്. ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റും ഫണ്ണി ആയിട്ടുള്ള ട്രിക്കാണ്. ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള നെഗറ്റീവ് ഉള്ളവന്മാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രിക്ക് എന്ന് പറഞ്ഞ ഇതാണ്. ഗ്രൂപ്പ് ആവുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു കൂട്ടുകാരനോ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഗ്രൂപ്പ് ആവും. ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് ഇവനും എനിക്കും അറിയാം. കാരണം അവൻ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളും കുറച്ചും കൂടെ ഡെവലപ്പ് ആവണമെന്നും സെൽഫ് ഇംപ്രൂവ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ. സോ അവനും എനിക്ക് ഭയങ്കരമായിട്ട് സിങ്ക് ആവും. സിങ്ക് ആവുമ്പോൾ ഞങ്ങൾക്കറിയാം ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ആരാണ് നെഗറ്റീവ് ആരാണ് പോസിറ്റീവ്. പിന്നെ അവന് ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റല്ല. ഓക്കെ, അപ്പം അറിയാം. അപ്പം ഇങ്ങനെ നിൽക്കുമ്പം എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ളവൻ വന്നാൽ പോലും ഇവനെ നമ്മളുടെ സോളിനെ നമ്മളുടെ പോസിറ്റിവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഇറ്റ്സ് വെരി വെരി ഹാർഡ്, വെരി വെരി ഹാർഡ്. കാരണം എന്ന് വെച്ചാൽ ഇവൻ നെഗറ്റീവ് ആണ് എപ്പോഴും പറയുന്നത്, ഇവ എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും ഇവനും അറിയാം. അപ്പം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ ഈ കാര്യം തന്നെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒരു കൗണ്ടർ അടിക്കും. ഈ നെഗറ്റീവിന്റെ കാര്യം വെച്ച് തന്നെ ഇവൻ എപ്പോഴും പറയുന്ന വെച്ച് തന്നെ കൗണ്ടർ അടിക്കും. കൗണ്ടർ അടിക്കുമ്പോൾ ഞാൻ ഇവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോൾ 3 പേരാ ഉള്ളതെന്ന് വെച്ചോ, ഞാൻ ഇവനും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, ഇവനെ ഒറ്റപ്പെടുത്തും. അവിടെ തീർന്നു, അവിടെ അവന്റെ പരിപാടി തീർന്നു. പിന്നെ ഇവൻ ഒരു നെഗറ്റിവിറ്റി അവന് പറയാൻ വോയിസ് ഇല്ല. മനസ്സിലായില്ലേ? ആ സൈക്കോളജി പരമായിട്ട് അവൻ ഡള്ളാവും, ഡിസ്ട്രോയിഡ് ആവും ഇങ്ങനെ സംഭവിക്കുമ്പോൾ. ഇതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് യൂസ് ഇറ്റ് കെയർഫുള്ളി. ചുമ്മാ ഇരിക്കുന്നവനെ പോയി ഇങ്ങനെയൊന്നും ചെയ്യാൻ പോലില്ല. നിങ്ങൾക്ക് അത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡു ഇറ്റ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും നോക്കേണ്ടത് നമുക്കൊരു എയിം ഉണ്ട്. നമ്മൾ ഒരിക്കലും അവരെ ഫോക്കസ് ചെയ്യാൻ പോലെ അവരുടെ കാര്യങ്ങളെ കൂടുതലായിട്ട് തിങ്ക് ചെയ്യാൻ പോലെ ജസ്റ്റ് ഇത് ഫണ്ണായിട്ട് എടുക്കുക. ആ ഹാപ്പിനെസ്സോടെ സന്തോഷത്തോടെ ജസ്റ്റ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവന്മാർ ഇങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തിരിച്ചു ചെയ്യുക. അല്ല നിങ്ങൾ കേട്ടോണ്ടിരുന്നിട്ട് ഇതെനിക്കറിയാം, ഇത് റിയലി റിയലി ഹാർഡായിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അറിയാതല്ല ഞാൻ പറയുന്നത്. ബട്ട് യൂസ് ഇറ്റ്. ഇനി അവന്മാർ അങ്ങനെ ചെയ്യത്തില്ല 100%. ആൻഡ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ.